ഈ വീഡിയോയിൽ എം വി പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്താണ് എം വി പി ബിൽഡ് ചെയ്യുന്നതിനുള്ള പർപ്പസ് എന്താണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് എം വി പി ഉണ്ട്, ഫൈനലി കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നോക്കിയിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, എം വി പി ഒരു സോഫ്റ്റ്വെയർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടേം അല്ല, അതൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. പക്ഷേ ടെക് ഫീൽഡിൽ അത് വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു ടേമുമാണ്. അപ്പോൾ എന്താണ് എം വി പി അല്ലെങ്കിൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം ഇൻക്ലൂഡാക്കി ബിൽഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ യൂസബിൾ വേർഷന് പറയുന്ന പേരാണ് ആ പ്രൊഡക്റ്റിൻ്റെ എം വി പി. ഫോർ എക്സാമ്പിളിന് നമ്മളിപ്പോൾ ഒരു ടു ഡു ആപ്ലിക്കേഷനാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകാൻ നമുക്ക് അതിലേക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നോർമലി ഉണ്ടാകുന്ന ടാസ്ക് ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇതല്ലാതെ നമുക്ക് കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ടാസ്ക് ക്രിയേഷൻ ഒരു ഫീച്ചറായിട്ട് കൊടുക്കാം, ഡ്യൂ ഡേറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡേഴ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ക്ലൗഡ് സിങ്ക് നമുക്കൊരു ഓപ്ഷനായി കൊടുക്കാം. പിന്നെ നമുക്ക് യു ഐ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നമുക്ക് ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് അങ്ങനെയുള്ള തീം ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് എന്താണെന്നൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അതൊരു ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുക. എന്നാൽ ഈ ടു ഡു ആപ്ലിക്കേഷൻ്റെ എം വി പി വേർഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ടാസ്ക് ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടാസ്ക് മാർക്ക് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സായിട്ട് അതിൻ്റെ എം വി പി വേർഷനിൽ ഉണ്ടാകുക. അപ്പോൾ ഇതാണ് ഒരു ഫുൾ പ്രൊഡക്റ്റും ഒരു എം വി പി വേർഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു എം വി പി ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിലൊന്ന് മാർക്കറ്റ് വാലിഡേഷനാണ്. അതായത് നമ്മളൊരു പുതിയ ഐഡിയ ആണ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ യൂസേഴ്സിൻ്റെ ഇടയിൽ അത് റണ്ണാകുമോ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഇടയിൽ അത് വർക്കാകുമോ എന്നുള്ളത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഐഡിയൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനാണ് ഒരു എം വി പി വേർഷനും കൊണ്ട് നമ്മൾ ഫസ്റ്റ് വരുന്നത്. പിന്നെ ഒന്ന് റെഡ്യൂസ്ഡ് ടൈം ടു മാർക്കറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ്, ഫുള്ളി ഫീച്ചേർഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഒരുപാട് ടൈം ഗ്യാപ്പ് വരും, ഒരുപാട് ടൈം നമുക്ക് അതിന് ആവശ്യമാണ്. ആ ടൈം ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു മിനിമൽ വേർഷൻ ലോഞ്ച് ചെയ്യുന്നവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാണ് കോസ്റ്റ് എഫിഷ്യൻസി. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫുള്ളി ഫീച്ചേർഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തു, പക്ഷേ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അത് യൂസേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ ലോസ് ആകും. അതിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു എം വി പി വേർഷനിലൂടെ നമുക്ക് കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഫീഡ്ബാക്ക് കളക്ഷൻ. അതായത് നമ്മളൊരു എം വി പി യൂസേഴ്സിലേക്ക് എത്തിക്കുന്നതോടെ യൂസേഴ്സ് എന്തൊക്കെയാണ് പുതിയതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റും. പിന്നെ ഒന്ന് ഐട്രേറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അതായത് നമ്മളിപ്പോൾ യൂസേഴ്സിൻ്റെ ഇടയിൽ നിന്ന് മാർക്കറ്റിൽ വാലിഡേഷനും യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എന്താ, സജഷൻസ് എന്താ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ പറ്റും, പുതിയ വേർഷൻസ് വരുമ്പോൾ ആ വേർഷൻസ് നമുക്ക് എന്താക്കാൻ പറ്റും, പ്രൊഡക്റ്റിനെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും എം വി പിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് എം വി പി ഉണ്ട് നോക്കാം. ടൈപ്സ് ഓഫ് എം വി പി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ടൈപ്സ് മാത്രമേ നമ്മൾ നോക്കാൻ പോകുന്നുള്ളൂ. അതിൽ ഒന്നാണ് ലോ ഫെർട്ടിലിറ്റി എം വി പി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് ഒരു ബേസിക് ഇൻ്റർഫേസ് മാത്രമായിരിക്കും. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിൻ്റെ കോർ കൺസെപ്റ്റിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ലോ ഫെർട്ടിലിറ്റി എം വി പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബേസിക് ഇൻ്റർഫേസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മെയിനായിട്ടും ഇതിൻ്റെ കോർ കൺസെപ്റ്റിനെ വാലിഡേറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തൊരു ടൈപ്പാണ് ഹൈ ഫെർട്ടിലിറ്റി എം വി പി. ഹൈ ഫെർട്ടിലിറ്റി എം വി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിനോട് സിമിലാരിറ്റി വരുന്ന അല്ലെങ്കിൽ അതിനോട് ക്ലോസ് ചെയ്തിട്ട് വരുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ, എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. ലോ ഫെർട്ടിലിറ്റി പോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്താണോ അത് മാത്രമേ ഫീച്ചേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഇൻ്റർഫേസ് ബെറ്റർ ആയിരിക്കും. ഇനി വേറൊരു ടൈപ്പ് ഓഫ് എം വി പി ആണ് സിംഗിൾ ഫീച്ചർ എം വി പി. സിംഗിൾ ഫീച്ചർ എം വി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ പ്രൊഡക്റ്റിൻ്റെ ഒരു കോർ ഫീച്ചറിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് യൂസേഴ്സിലേക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈമറി വാല്യൂ എന്താണോ അത് യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സിംഗിൾ ഫീച്ചർ MVP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് MVP ആണ് കോൺസേജ് MVP. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നതെല്ലാം ഹ്യൂമൻസിനോടായിരിക്കും. അതായത് യൂസേഴ്സിന് മനസ്സിലാകും ഹ്യൂമൻസ് ആയിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന്. പക്ഷേ ഈ ടാസ്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ തന്നെയാണ്. പക്ഷേ ഇനീഷ്യലി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഒരു ഫുള്ളി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്യാതെ, ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാതെ ടാസ്കുകളൊക്കെ മാനുവലായിട്ട് ഹ്യൂമൻസ് തന്നെ മാനേജ് ചെയ്യും. ഇതാണ് കോൺസേജ് MVPൻ്റെ പ്രത്യേകത. ഇനി അടുത്തൊന്നാണ് വിസാർഡ് ഓഫ് ഓസ് MVP. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റഡ് ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ബിഹൈൻഡ് സീൻസിൽ ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുന്നത് ഹ്യൂമൻസ് തന്നെ ആയിരിക്കും. യൂസേഴ്സിന് എന്ത് മനസ്സിലാവില്ല, ഇതൊരു ഓട്ടോമേറ്റഡ് ആപ്ലിക്കേഷൻ അല്ല അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ടാസ്ക് അല്ല എന്നുള്ളത് യൂസേഴ്സിന് മനസ്സിലാവില്ല. യൂസേഴ്സ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു ഓട്ടോമേറ്റഡ് ടാസ്ക് പോലെ തന്നെ ഉണ്ടാകുക, പക്ഷേ അത് മാനുവലി ഹ്യൂമൻസ് ആണ് അത് പെർഫോം ചെയ്യുന്നുണ്ടാകുക. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് MVP ആണ് പീസ് മീൽ MVP. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് വരുന്നതായിരിക്കില്ല. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൂൾസ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സർവീസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷനാലിറ്റീസ് നമ്മൾ ബിൽഡ് ചെയ്യും. ഇതാണ് പീസ് മീൽ MVP. അപ്പോൾ ഇതൊക്കെയാണ് MVP-ൻ്റെ ചില ടൈപ്സ്. ഇതല്ലാതെ വേറെയും ടൈപ്സ് ഓഫ് MVP ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് MVP നോക്കി, MVP-ൻ്റെ ടൈപ്സ്, പർപ്പസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് അതിലൊന്നാണ് ഡ്രോപ്പ് ബോക്സ്. നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രോപ്പ് ബോക്സ്. ഡ്രോപ്പ് ബോക്സിൻ്റെ MVP മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമായിരുന്നു ഡ്രോപ്പ് ബോക്സിൻ്റെ MVP. ഇനി വേറൊരു എക്സാമ്പിളാണ് സ്പോട്ടിഫൈൻ്റെ ഇനീഷ്യൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് യൂസേഴ്സിലേക്ക് അല്ലെങ്കിൽ യൂസേഴ്സിന് ഇൻസ്റ്റൻറ്റ് മ്യൂസിക് ലിസണിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്പോട്ടിഫൈൻ്റെ മെയിൻ സ്ട്രാറ്റജി. അതുപോലെ തന്നെ അതൊരു ഡെസ്ക്ടോപ്പ് ഓൺലി ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡെസ്ക്ടോപ്പ് ഓൺലി ആപ്ലിക്കേഷൻ ആയിരുന്നു. അതും യൂസേഴ്സിന് ഡൗൺലോഡ് കാരണോ അല്ലെങ്കിൽ ബഫറിങ് കാരണോ ആയിട്ടുള്ള ഡിലേസ് ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റൻറ്റ് മ്യൂസിക് ലിസണിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്പോട്ടിഫൈൻ്റെ ഒരു MVP മോഡൽ. ഇനി അടുത്ത ഒന്നാണ് Airbnb. നമ്മൾ റൂംസ് അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാനും റിസർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന Airbnb-ൻ്റെ MVP മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഴ്സ് തന്നെ അവരുടെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ എയർ മാട്രസ്, ബ്രേക്ക്ഫാസ്റ്റ്, വൈഫൈ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോട്ടോസ് തന്നെ യൂസ് ചെയ്തിട്ട് ബുക്കിങ്സ് ഒക്കെ മാനുവലി ഹാൻഡിൽ ചെയ്തിരുന്നതാണ് Airbnb-ൻ്റെ ഒരു MVP മോഡൽ. അതും ഒരു സിമ്പിൾ വെബ് പേജ് മാത്രമായിരുന്നു യൂസ് ചെയ്യുന്നത്. ഗസ്റ്റിനെ വെൽക്കം ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ അവരുടെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ അവർ തന്നെ ആയിരുന്നു എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് Airbnb-ൻ്റെ ഒരു MVP മോഡൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ MVP-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.